2026 നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിട്ട് കേരളത്തിൽ വന്ന വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു പൊളിറ്റിക്കൽ പാർട്ടികളുടെ PR വർക്കിനെ കുറിച്ചിട്ട്. കേരളത്തിൽ ഓൺലൈൻ മാർക്കറ്റിംഗിന് സ്കോപ്പില്ല എന്ന് പറയുന്ന എല്ലാ ഓണ്ടർപ്രണേഴ്സും ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയോ ഉണ്ട് ഇത്. നമ്മുടെ നാട്ടിലെ ആളുകൾ എത്രത്തോളം ഡിജിറ്റൽ സ്പേസിലായിട്ട് കൺവേർട്ട് ആയി എന്നുള്ളതും അതിന്റെ സാധ്യതകൾ എന്താണെന്നുള്ളതും ഈ വർഷത്തെ ഇലക്ഷന് നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്കൽ പാർട്ടികൾ ഡിജിറ്റൽ ക്യാമ്പയിൻസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എത്രയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ 90 ദിവസത്തെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ 3 പ്രമുഖ പാർട്ടികൾ LDF, UDF, BJP പോലുള്ള 3 പാർട്ടികൾ എത്ര രൂപ മെറ്റാഡ്സിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിന്റെ ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന പാർട്ടി തന്നെയാണ്. BJP ഏകദേശം ഈ 90 ദിവസത്തിൽ മെറ്റാഡ്സിൽ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് 60,03,077 രൂപയാണ് കഴിഞ്ഞ 90 ദിവസത്തിൽ BJP മെറ്റാഡ്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് പൊസിഷനിൽ കിടക്കുന്നത് കോൺഗ്രസ് ആണ്. 50,69,339 രൂപയാണ് കഴിഞ്ഞ 90 ദിവസത്തിൽ കേരളത്തിൽ കോൺഗ്രസ് മെറ്റാഡ്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കിടക്കുന്നത് LDF ആണ്. 7,14,357 രൂപയാണ് 90 ദിവസത്തിനുള്ളിൽ LDF കേരളത്തിൽ മെറ്റാഡ്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് 90 ദിവസത്തിനുള്ളിൽ മെറ്റയിൽ സ്പെൻഡ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ഗൂഗിൾ ആഡ്സിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ ആഡുകൾക്ക് വേണ്ടിയിട്ട് പൈസ സ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയുടെ പേര് BMEG പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ ഇൻസൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ആഡുകൾ കാണാൻ സാധിക്കുന്നത് കോൺഗ്രസിന്റേതായിട്ടുള്ള ആഡുകളാണ്. 2,78,00,000 രൂപയാണ് ജനുവരി 1 തീയതി മുതൽ ഏപ്രിൽ 6 തീയതി വരെയും BMEG പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അണ്ടറിൽ കോൺഗ്രസ് ഗൂഗിൾ ആഡ്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്ന എമൗണ്ട്. പൊസിഷനിലായിട്ട് വരുമ്പോൾ BJP ആണ്. 1,88,00,000 രൂപയാണ് ഗൂഗിൾ ആഡ്സിന് വേണ്ടിയിട്ട് BJP കേരളത്തിൽ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ പൊസിഷൻ നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ LDFനെ അല്ല കാണിക്കുന്നത്. കുറെ ചാനലുകളുടെയും അതുപോലെ തന്നെ വേറെ കുറെ പ്രൈവറ്റ് കമ്പനീസിന്റെയും നെയിംസ് ആണ് കാണിക്കുന്നത്. പക്ഷെ അതിന്റെ അകത്തൊന്നും ഇൻസൈറ്റ്സിലൊന്നും LDFന്റേതായിട്ടുള്ള ക്യാമ്പയിൻസോ കാര്യങ്ങളൊന്നും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഗൂഗിൾ ആഡ്സിന് വേണ്ടിയിട്ട് അങ്ങനെ LDF ഇങ്ങനെ അധികം ക്യാമ്പയിൻസോ കാര്യങ്ങളൊന്നും ഇതുവരെ റൺ ചെയ്തിട്ടില്ല. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നല്ല കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ എടുത്തിട്ട് ആഡ്സ് ലൈബ്രറിയും അതുപോലെ തന്നെ ഗൂഗിൾ ആഡ്സിന്റെ ലൈബ്രറിയും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡേറ്റ് അടിച്ചു കൊടുത്തതിന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽ അതിന്റെ അത് കാണാൻ സാധിക്കും. ഇതിൽ ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്, ചോദിക്കേണ്ട കുറെ ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് തോന്നിയ ചോദ്യങ്ങളും നിങ്ങൾക്ക് തോന്നിയ ചിന്തകളും ഒന്ന് കമന്റ് ചെയ്തേരെ.